യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിന് ഏറ്റവും മോഹിച്ചത് അബിൻ വർക്കിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ നേതൃസ്ഥാനത്തിനായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ചരടുവലിച്ചതും അബിനു വേണ്ടിയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ സ്വയം പാകപ്പെടുത്തി വരികയായിരുന്നു അദ്ദേഹം. മാങ്കൂട്ടത്തിലിനെ അനുകരിച്ച് എതിർപക്ഷത്തുള്ളവരെ എന്തും പറയാമെന്ന നിലവാരത്തിലേക്കെത്തി. വാക്കിലും നോക്കിലും ആക്രമണോത്സുകത പ്രകടിപ്പിച്ചു. ചാനൽ ചർച്ചകളിൽ ഒച്ചയിട്ടു. എന്നിട്ടും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അത് വെള്ളിടി കണക്കെ അബിന്റെ തലക്കടിച്ചു. ആറ്റുനോറ്റ് കാത്തിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നോ എന്ന് അയാൾക്ക് തോന്നിയെങ്കിൽ കുറ്റപ്പെടുത്താനാകില്ല. അണികളും ആശാന്മാരും ആ പാവത്തിന് അത്രയേറെ ആശ കൊടുത്തിട്ടുണ്ട്. ഇന്നിതാ സർവ്വതും നഷ്ടപ്പെട്ടവനെ പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നു. സങ്കടം ശരീരഭാഷയിലുണ്ട്. പതിവ് ആക്രോശങ്ങളില്ല, പരിഹാസമില്ല. പറയുന്നതിൽ മിതത്വമുണ്ട്. പാർട്ടി നൽകിയ ദേശീയ സെക്രട്ടറി പദവി തനിക്ക് വേണ്ടെന്ന് വിനീതനായി അബിൻ പറഞ്ഞു വെച്ചു. തന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്തു വിട്ടതിലുള്ള സകല അമർഷവും പ്രതികരണത്തിൽ പ്രകടമായിരുന്നു. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത്. പുതിയ നേതൃത്വത്തോട് ചേർന്നു പ്രവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് അത് ആലോചിച്ചു തീരുമാനിക്കാമെന്നാണ് അബിന്റെ മറുപടി. മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്ന സൂചന ആ ഉത്തരത്തിലുണ്ട്. ഞാൻ അടിമുടി കോൺഗ്രസ് ആണ്. മരിച്ചു കിടന്നാലും കോൺഗ്രസ് ആണ്, ജീവിച്ചിരുന്നാലും കോൺഗ്രസ് ആണ്. ജീവിച്ചതുപോലും പാർട്ടിക്ക് വേണ്ടിയാണ്. കേസ് വരുത്തിവെച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം എണ്ണി പറഞ്ഞു അയാൾ. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി, കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി, ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത്. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം സാമുദായിക സമവാക്യങ്ങളെക്കുറിച്ചായി. അതിനുള്ള ഉത്തരം അല്പം കടന്നുപോയി. ക്രിസ്ത്യനായി ജനിച്ചതാണോ പ്രശ്നമെന്ന് എനിക്കറിയില്ലെന്നായിരുന്നു മറുപടി. ഇതിവിടെ തീരില്ലെന്ന് പറയാതെ പറയുകയാണ് അബിൻ വർക്കി. വരും ദിവസങ്ങളിലും പോര് രൂക്ഷമാകുമെന്ന് ഉറപ്പ്. പുതിയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് സ്വൈര്യമുണ്ടാകില്ലെന്ന് തീർച്ച. അത് കോൺഗ്രസിലും പ്രശ്നങ്ങളുണ്ടാക്കും. 2 മാസമായി സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ല. ആഗോള അയ്യപ്പ സംഗമം, ശബരിമല സ്വർണ്ണക്കൊള്ള, പേരാമ്പ്രയിലെ സംഘർഷം എന്നിങ്ങനെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പല അവസരങ്ങൾ ഉണ്ടായിട്ടും നയിക്കാൻ നേതൃത്വമില്ലാത്ത ഗതികേടിലായിരുന്നു സംഘടന. പുതിയ നേതൃത്വം വന്നപ്പോൾ ഇതാണ് സ്ഥിതി. ഇനി എന്താകുമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.